കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 31. രചന ശാലിനി ഇ. ജോല ജോല എഴുന്നേൽക്ക്, നേരം വെളുക്കാറായി. കാളിദാസന്റെ സ്വരം ഏതോ ഗർത്തത്തിൽ നിന്നും കേൾക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ജ്വാല. അവൻ വീണ്ടും അവളെ തട്ടി വിളിച്ചു. കൺപോളകൾ വലിച്ചു തുറന്നു നോക്കുമ്പോഴാണ് താൻ കിടന്നുറങ്ങുന്നത് ആരുടെയോ മടിയിലാണെന്ന് അവൾ കാണുന്നത്. സ്വബോധത്തിലേക്ക് എത്താൻ 2 നിമിഷം വേണ്ടി വന്നു. പെട്ടെന്ന് അവൾ ചാടി എഴുന്നിട്ട് അവനെ ഒന്ന് നോക്കി. ചോദ്യഭാവത്തിൽ അവൻ പുരികമുയർത്തിയതും അവൾ തന്നിലേക്ക് തന്നെ ആകെ ഒന്ന് നോക്കി. ഞാൻ തിന്നോ എന്ന് നോക്കുകയാണോ? കടുവയല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. അവൾ പറഞ്ഞത് കേട്ട് അവൻ ഒന്ന് ചിരിച്ചു. അവളുടെ ചുണ്ടിലെ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവരുടെ മനസ്സുകൾ വല്ലാതെ അങ്ങ് അടുത്തതുപോലെ. നമുക്ക് പോവാം. എങ്ങോട്ട്? അപ്പച്ചിയുടെയും ബാലുവിന്റെയും അടുത്തേക്ക്. അതിന് നേരം വെളുക്കണ്ടേ? വെളുത്തില്ലേ? ഇപ്പോഴും കാത്തിരിക്കുക. പിന്നെന്തിനാ എന്നെ വിളിച്ചത്? അവൾ കെറുവോടെ ചോദിച്ചു. പോകുന്നത് വരെ മിണ്ടിയും പറഞ്ഞിരിക്കാലോ. ഓഹോ. അവൾ എഴുന്നേറ്റ് പനമ്പിന്റെ മേലെ ചാരിയിരുന്നു. നമ്മൾ ആദ്യമായി കണ്ട രംഗം ഓർമ്മയുണ്ടോ കടുവയ്ക്ക്? കടുവ നിന്റെ അച്ഛൻ. എന്റെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ അവളുടെ മുഖത്ത് ദേഷ്യമിരമ്പി. എന്നെ കടുവ എന്ന് വിളിക്കാൻ ഞാൻ കടുവയാണോ? എനിക്ക് അന്തസ്സായ ഒരു പേരുണ്ട്, കാളിദാസ്. അത് വിളിച്ചാൽ മതി. അയ്യേ, ഞാനങ്ങ് വിളിക്കില്ല. അതിന് നല്ലത് കടുവ തന്നെയാ. കടുവയ്ക്കിപ്പോൾ എന്താ കുഴപ്പം? ഇന്നലെ പറഞ്ഞില്ലേ എന്നെ പിടിച്ചു തിന്നുന്ന്. അപ്പോ ശരിക്കും അർത്ഥമുള്ള പേരാ കടുവ. അവൻ അവളെ കപട ഗൗരവത്തിൽ ഒന്ന് നോക്കി. അല്ല, കടുവയ്ക്ക് ഒരു പ്രണയമുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അവളുടെ പേര്? അതോടെ അവൻ ഒന്ന് ചിരിച്ചു. മാളവിക. കാളിദാസന്റെ മാത്രം മാളവിക. ആഹാ, നല്ല ചേർച്ചയുള്ള പേരാണല്ലോ. അത് പറഞ്ഞിട്ട് അവളൊരു പാട്ടിന്റെ വരികൾ മൂടി. ഉജ്ജയിലെ ഗായികയ ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അതുതന്നെ, കാളിദാസൻ സ്നേഹിക്കുന്നത് മാളവികയെ മാത്രമല്ലേ? അവളുടെ പാട്ട് ആസ്വദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അല്ല, നേരത്തെ നീ എന്ത് ചോദിച്ചല്ലോ, നമ്മൾ ആദ്യമായി കണ്ട രംഗം ഓർമ്മയുണ്ടോ എന്ന്. അന്ന് എന്തിനായിരുന്നു എന്നോട് ഇത്രയും ദേഷ്യം കാണിച്ചത്? ഞാനാണോ തെറ്റ് ചെയ്തത്? അവളുടെ ചോദ്യത്തിൽ കുറുമ്പ് കലർന്നിരുന്നു. ദേഷ്യം എന്റെ കൂടപ്പിറപ്പാ. ആണോ? എന്നിട്ടെന്താ ഇപ്പോഴാ ദേഷ്യം കാണാത്തത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഇപ്പോഴെന്താ ദേഷ്യം കാണാത്തത്? അതെല്ലാം പോട്ടെ. ഞാൻ വാങ്ങി തന്ന സാരി നിനക്ക് നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അതിനവളൊന്ന് ചിരിച്ചു കാണിച്ചു. ഇന്നലത്തെ രാത്രിയുടെ ഓർമ്മയ്ക്ക് ഞാൻ നിനക്ക് എന്ത് സമ്മാനം തരിക? സമ്മാനമോ? എന്തിന്? അവൾക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊരു സമ്മാനം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പുറത്തുപോയി വാങ്ങിയിട്ടല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതിൽ നിന്ന് അതെന്തു തരും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും വേണ്ട. അവൾ പറയുന്നതൊന്നും കേൾക്കാതെ അവൻ എന്തോ ആലോചനയിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവൻ പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്തു. അത് തുറന്നുകൊണ്ട് അതിൽ എന്തോ തിരഞ്ഞു. അവൻ തിരയുന്നത് കണ്ട് അവളും നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ. എന്തായാലും ഇത് നിനക്കിരിക്കട്ടെ. അമ്മയ്ക്ക് പിന്നീട് ഒരിക്കലാകാം. അവൻ വാലറ്റിൽ നിന്നെടുത്ത ചുവന്ന കടലാസ് കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവളുടെ നേർക്ക് നോക്കി പറഞ്ഞു. പിന്നെ അവളുടെ വലത് കൈറം പിടിച്ച് അതിലേക്ക് ആ പൊതി വെച്ചു കൊടുത്തു. അവൾ ആ പൊതി ആകാംക്ഷയോടെ തുറന്നു. സ്വർണം കൊണ്ടുള്ള ഒരു നക്ഷത്രം, അതിന് നടുവിൽ ഒരു കുഞ്ഞു ഡയമണ്ട്. അതിന്റെ ശോഭ ആ മുറിയിൽ ആകെ മിന്നുന്നത് പോലെ തോന്നി. അതൊരു മുക്കുത്തിയാണ്. ഇതിട്ടാൽ നിന്റെ മുഖത്തിന് നല്ല ഭംഗിയായിരിക്കും. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഇത് ശാരദാമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ, അവർക്ക് തന്നെ കൊടുക്കൂ. ഇത് അവരുടെ മുഖത്തിനാണ് ഭംഗിയുണ്ടാവുക. അവളത് അവന്റെ നേർക്ക് തന്നെ നീട്ടി. ആർക്കു വേണ്ടി വാങ്ങി എന്നതിലല്ല കാര്യം, ആർക്ക് സമ്മാനിച്ചു എന്നതിലാണ്. ഞാൻ ഈ രാത്രിയുടെ ഓർമ്മയ്ക്ക് നിനക്കായി സമ്മാനിക്കുന്നത് എൻ്റെ ഇഷ്ടം. അത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് നിന്റെ ഇഷ്ടം. നീ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനത് തിരിച്ചു വാങ്ങില്ല. നിനക്ക് വേണ്ടെങ്കിൽ ഇവിടെ ഉപേക്ഷിക്കാം. അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി.
ഒടുവിൽ അവൾ അത് ടോപ്പിന്റെ പോക്കറ്റിലേക്ക് ഭദ്രമായി വെച്ചു. അതോടെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കഴിഞ്ഞ ദിവസം ബാലുമൊത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ജ്വല്ലറിക്ക് മുൻപിൽ താൻ കാർ നിർത്തിയത്. എന്തിനെന്ന അവന്റെ ചോദ്യത്തിന് എനിക്കൊരു സാധനം വാങ്ങണമെന്ന് ഞാൻ മറുപടി കൊടുത്തു. നമ്മുടെ ജ്വല്ലറി ഉള്ളപ്പോൾ എന്തിനാ വേറൊരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്നത് എന്ന അവന്റെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ ജ്വല്ലറിക്കുള്ളിലേക്ക് കയറി. ഇതെന്താ, നീ കാത് കുത്താൻ പോവുകയാണോ? അതേ, ഒരു കാത് കുത്തിയാൽ എന്തെന്ന് ഒരു ആലോചനയുണ്ട്. എന്റെ മറുപടി കേട്ടതും സെയിൽസ്മാൻ വേഗം കാത് കുത്താനുള്ള ഗണ്ണുമായി വന്നു. ഇപ്പോ കുത്തുന്നില്ല, വാങ്ങുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് അടച്ച് സാധനവും വാങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നിനക്കിപ്പോൾ വെച്ച് വട്ട് കുറച്ച് കൂടുന്നുണ്ട്. അവൻ പറഞ്ഞതിൽ താൻ ചിരിച്ചു തള്ളിയതേ ഉള്ളൂ. അത് വാങ്ങുമ്പോൾ ഒരു മുഖം മാത്രമേ തന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്ന് കൊടുക്കും, എപ്പോൾ കൊടുക്കും എന്നൊന്നും നിശ്ചയമില്ലായിരുന്നു. പുറത്തു നിന്നും ആരുടെയൊക്കെയോ ബഹളം കേട്ടാണ് അവൻ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നാലെ ജ്വാലയും. ഏറുമാടത്തിന് താഴെ കുറെ ആദിവാസികൾക്കിടയിൽ അപ്പച്ചിയെയും ബാലുവിനെയും കണ്ട് ജ്വാലയ്ക്ക് അതിയായ സന്തോഷം തോന്നി. വേഗം കയറുവാവണി ശരിയാക്കി, നമുക്ക് താഴേക്കിറങ്ങാം. അവളുടെ മുഖത്ത് സന്തോഷം കാണുകയായിരുന്നു കാളിദാസ്. അന്നേരം ഒപ്പം ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു നമ്പരവും. ഇനിയൊരിക്കലും ഇതുപോലെയൊരു അവസരം ജീവിതത്തിൽ ഉണ്ടാവില്ല. അവളെ തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ അവന്റെ ഉള്ളം തുടിച്ചു. എന്നാൽ അവളുടെ മനസ്സിൽ താൻ തികച്ചും അന്യനാണെന്ന തിരിച്ചറിവ് അവനെ ആ ഉദ്യമത്തിൽ നിന്നും പിൻവലിച്ചു. കാളിദാസ് വേഗം കയറുവാവണി ശരിയാക്കി താഴേക്കിട്ടു. അവളുടെ കൈ പിടിച്ച് ആദ്യപടിയിലേക്ക് ഇറങ്ങാൻ സഹായിച്ചു. അവൾ 3-4 പടി ഇറങ്ങിയപ്പോൾ പിന്നാലെ അവനും ഇറങ്ങി തുടങ്ങി. താഴെ എത്തിയതും ജ്വാല സത്യഭാമയെ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിലായിരുന്നു. അവളുടെ കരച്ചിൽ കണ്ടതും ബാലു കൂർത്ത ഒരു നോട്ടം കാളിദാസിന്. പോട എന്ന ആക്ഷൻ കാണിച്ചുകൊണ്ട് അവൻ ഒന്ന് പുച്ഛിച്ചു. മോളെ, നീ ഓക്കെ അല്ലേ? അപ്പച്ചി നന്നായി പേടിച്ചു പോയി. നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ കുഞ്ഞിനെ ഇങ്ങനെ നേരിൽ കണ്ടപ്പോഴാണ് അപ്പച്ചിക്ക് സമാധാനമായത്. എനിക്കൊന്നുമില്ല അപ്പച്ചി, നിങ്ങളെയൊക്കെ കാണാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. സാരില്ല, വാ. അവരവളെ തന്നോട് ചേർത്ത് പിടിച്ചു നടന്നു. ഒറ്റയാന്റെ ശല്യം ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ സേഫാണല്ലോ എന്ന സമാധാനമായിരുന്നു ഞങ്ങൾക്ക്. കൂട്ടത്തിൽ നേതാവ് എന്ന് തോന്നുന്നയാൾ കാളിയോട് പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ നീ ആ പെണ്ണിനെ എങ്ങാൻ പീഡിപ്പിച്ചോടാ? ബാലു കാളിയെ ആകപ്പാടെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് എന്റെ പേര് ബാലമുരളി എന്നല്ല. പിന്നെ ഞാൻ എത്ര പെണ്ണുങ്ങളെയാണ്? മിണ്ടരുത് നീ. ബാലുവിനെ തുടരാൻ അനുവദിക്കാതെ കാളി അവന്റെ നേർക്ക് നോക്കി മുരണ്ടു. കാളിയുടെ മുഖം കണ്ടതും പിന്നെ അവൻ ഒന്നും മിണ്ടിയില്ല. താൻ സ്വയരക്ഷ തേടി ഓടിയതാണ് അവന്റെ പ്രശ്നമെന്ന് ബാലുവിന് മനസ്സിലായി. വിശ്രമിക്കാനുള്ള കുടിലെത്തിയപ്പോൾ കഴിക്കാനുള്ള കുറെ ഫലങ്ങൾ നേതാവും കൂട്ടനും അവർക്ക് കൊണ്ടുവന്നു കൊടുത്തു. ജോലിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അവൾ തിന്നുന്നത് നോക്കി കാളിദാസ് അവിടെ ഒരിടത്ത് നിന്നു. സത്യഭാമ പഴത്തിന്റെ പ്ലേറ്റ് അവന്റെ നേർക്ക് നീട്ടി. എനിക്കൊന്നും വേണ്ട ഡോക്ടർ, നമുക്ക് വേഗം ഇറങ്ങാം. അങ്ങനെ അധികം വൈകാതെ തന്നെ അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിരുന്നു. അവരുടെ കൂടെ നേതാവ് എന്ന് തോന്നിക്കുന്ന അയാളുമുണ്ടായിരുന്നു. അയാൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നപ്പോൾ ബാലു സത്യഭാമയുടെ അരികിലേക്ക് കയറിയിരുന്നു. തിരികെയുള്ള യാത്രയിൽ ജ്വാല തീർത്തും മൗനമായിരുന്നു. ആരും പരസ്പരം സംസാരിച്ചതുമില്ല. ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വഴി പറഞ്ഞു കൊടുത്തത് അയാളാണ്. ഹോസ്പിറ്റൽ അധികൃതരുടെ അനുമതി വാങ്ങിക്കൊണ്ട് അവർ നേരെ ആകാശിനെ കിടത്തിയ റൂമിലെത്തി. കാലത്തെ ചികിത്സാ രീതികൾ കഴിഞ്ഞ് ചെറിയൊരു മയക്കത്തിലായിരുന്നു ആകാശ്. വാതിൽ കടന്ന് ആദ്യം മുറിയിലേക്ക് വന്നത് അയാളാണ്. പിന്നെ ജ്വാലയും, അതിന് പിന്നെ സത്യഭാമയും. അവരെ 3 പേരെ കണ്ടതും ആകാശിന്റെ മീകൾ വിടർന്നു. വീണ്ടും ക്യാമ്പുണ്ടായിരുന്നോ? ഡോക്ടർമയും ജ്വാലയും ക്യാമ്പിൽ വന്നതായിരിക്കും. ഞാന് അവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതായിരിക്കും അല്ലേ? ജ്വാല, സുഖമല്ലേ? ഒറ്റ ശ്വാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു അവൻ. അപ്പോൾ ആകാശിന് ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ? സത്യഭാമ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപകടത്തിന് ശേഷമുള്ള എന്നെ എനിക്കറിയാം ഡോക്ടറമ്മേ. ഞാൻ തിരയുന്നത് അപകടത്തിന് മുൻപുള്ള എന്നെയാണ്. ആ ഞാൻ എവിടെയോ ഒളിച്ചിരിപ്പില്ലേ? കണ്ടെത്താൻ കഴിയുന്നില്ല. കാളിദാസും ബാലു ആകാശിനെ നോക്കി നിൽക്കുകയാണ്. സംസാരത്തിനിടയിൽ അവന്റെ മിഴികൾ അവർക്ക് നേർ വരുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവന്റെ കണ്ണുകളിൽ പരിചിതഭാവം അവർ കണ്ടില്ല. എന്നാൽ ഞങ്ങളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യഭാമ പറഞ്ഞത് മനസ്സിലാകാതെ ആകാശ് അവരുടെ മുഖത്തേക്ക് നോക്കി. ആക്സിഡന്റിന് മുൻപുള്ള നിന്നെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. നീ ആരാണെന്നും നിന്റെ വ്യക്തിത്വം എന്താണെന്നും നിന്റെ മാതാപിതാക്കൾ ആരാണെന്നും നിന്റെ നാട് എവിടെയാണെന്നും ഇപ്പോൾ ഞങ്ങൾക്കറിയാം.
അമ്പരന്നുകൊണ്ട് ആകാശ് ചാടി എഴുന്നേറ്റു. എന്താ എന്താ പറഞ്ഞത് ഡോക്ടർമ്മ? എന്താ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് അറിയാമെന്നോ? എൻ്റെ നാട് എവിടെയാണെന്ന് അറിയാമെന്നോ? എൻ്റെ പേരെന്താണെന്ന് അറിയോ? അത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യഭാമയെ കെട്ടിപ്പിടിച്ചു. കഠിനഹൃദയനായ കാളിദാസന്റെ ഹൃദയം പോലും ആ നേരം ഉരുകി ഒലിച്ചുപോയി. അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ എല്ലാം കണ്ണുനീർ തളം കെട്ടിയിരുന്നു. കുഞ്ഞെ, നീ ഇവരെ അറിയുമോ? നിനക്ക് ഇവരെ കണ്ട പരിചയമുണ്ടോ? സത്യഭാമ ചൂണ്ടിയ ഭാഗത്തേക്ക് അവൻ നോക്കി. പുഞ്ചിരിയോടെ നിൽക്കുന്ന കാളിദാസന്റെയും ബാലുവിന്റെയും മുഖത്തേക്ക് അവൻ മാറി മാറി നോക്കിയെങ്കിലും ആ മുഖങ്ങളെ ഓർത്തെടുക്കാൻ അവന്റെ മനസ്സിന് കഴിഞ്ഞില്ല. അവൻ നിഷേധാർത്ഥത്തിൽ തല വിലങ്ങനെയാട്ടി. അതോടെ കാളിദാസ് മുന്നോട്ട് വന്നു. ഞാൻ പറഞ്ഞു തരാം നിന്റെ പേര് എന്താണെന്ന് പറയട്ടെ? ആകാശ് എന്ന് ഞങ്ങൾ വിളിക്കും. ശരിക്കും നിന്റെ പേര് അഗ്നിദേവ്. അഗ്നിദേവ്? അവൻ ആ പേര് മനസ്സിൽ ഊരിവിട്ടു. അത് ഒഫീഷ്യൽ നെയിമാണ്. വീട്ടുകാരും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും വിളിക്കുന്നത് ആകാശ് എന്നാണ്. ഈ പേരുകൾ നിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും സ്പാർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് പറയുമ്പോൾ അവന്റെ മിഴികൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. തുടരും കഥയുടെ ബാക്കി നാളെ.